ഡിജിപിയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ ചേരുന്നു. ജീവൻ, ഇന്നലെ ഡിജിപി മഹിജയെ അതുപോലെ ജിഷ്ണുവിന്റെ കുടുംബാംഗങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് വിട്ട ശേഷം ഇതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ഇന്നലെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ. ജീവൻ, ജീവൻ, ഏത് സാഹചര്യത്തിലാണ് ജിഷ്ണുവിന്റെ മാതാവ് മഹിജ ഡിജിപിയുമായി ഒരു ചർച്ചയ്ക്ക് ഇല്ല എന്നൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയും എത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇത് മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. അവർ ഇന്ന് എപ്പോഴായിരിക്കും അവരുടെ ഡിസ്ചാർജ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇന്ന് രാവിലെ ഡോക്ടർമാർ റൗണ്ട്സിനെത്തുമ്പോൾ മാത്രമായിരിക്കും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നലെ DGPയുടെ പ്രത്യേക ദൂതൻ മെഡിക്കൽ കോളേജിലെത്തി മഹിജയെയും അമ്മാവൻ ശ്രീജിത്തിനെയും നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യം പ്രധാനമായും DGPയുമായി നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ, താനുമായി ചർച്ച നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നത് അറിയുന്നതിന് വേണ്ടിയായിരുന്നു പ്രധാനമായും ഒരു സ്പെഷ്യൽ മെസഞ്ചറെ മെഡിക്കൽ കോളേജിലേക്ക് DGP അയച്ചത്. ആദ്യഘട്ടത്തിൽ അതിന് അനുഭാവപൂർവ്വം തന്നെയാണ് മഹിജയും ശ്രീജിത്തും പ്രതികരിച്ചത്. തങ്ങൾ DGPയുമായി ചർച്ച നടത്തും, പക്ഷേ തങ്ങളെ സമാധാനപരമായി സമരം നടത്താൻ വന്ന തങ്ങളെ DGP ഓഫീസിന് മുന്നിൽ വെച്ച് കയ്യേറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ, 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി വേണമെന്നതാണ് അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഒന്ന്, കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KE ബൈജു, അതോടൊപ്പം മ്യൂസിയം SI സുനിൽകുമാർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ. ഇതിൽ ഒരു സർക്കാർ ഒരു നടപടിയെടുക്കാതെ ഇനി DGPയുമായി ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് പൊതുവിൽ അവർ എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ സമരം കോഴിക്കോട്ടും ആയി തുടരുകയാണ്. ഇപ്പോൾ കോഴിക്കോട്ട് മരിച്ച ജിഷ്ണു പ്രണോയിയുടെ സഹോദരി അവിഷ്ണയും അവിടെ നിരാഹാര സമരം തുടരുന്നു. കൂടുതൽ ബന്ധുക്കൾ കൂടി നിരാഹാരം അവിടെ ഇരിക്കും എന്ന തരത്തിലാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് അധികാരികളുമായി സംസാരിച്ചപ്പോൾ എപ്പോഴായിരിക്കും ഇവരെ ഡിസ്ചാർജ് ചെയ്യുക എന്ന കാര്യത്തിൽ അവർക്കും വ്യക്തമായൊരു ധാരണയില്ല. രാവിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഒരുമിച്ചെത്തി ഇവരെ മഹിജയെയും ഒപ്പം ശ്രീജിത്തിനെയും പരിശോധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് ഡിസ്ചാർജ് നൽകും. ഡിസ്ചാർജ് നൽകിയാൽ ഇവർ വീണ്ടും DGP ഓഫീസിലേക്ക് തന്നെ മാർച്ചുമായി പോകും. എവിടെയാണോ പോലീസ് പറയുന്നത് അവിടെ ഇരിക്കും. നീതിക്ക് വേണ്ടിയുള്ള സമരം തുടരുമെന്നതാണ് സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് നൽകുന്നത്. അതിനിടെ ഇന്നലെ ഈ ഒളിവിൽ പോയ 3 പ്രതികളെ പിടിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് മേധാവി നിതിൻ അഗർവാളിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ DGP നിയോഗിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കകം പ്രതികളെ പിടിക്കണമെന്നതാണ് പറയുന്നത്. അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ജീവൻ, ജിഷ്ണുവിന്റെ മാതാവ് മഹിജ DGPയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തങ്ങളെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന കർശന നിലപാടിലേക്കും ജിഷ്ണുവിന്റെ മാതാവും അതുപോലെ തന്നെ അമ്മാവൻ ശ്രീജിത്തും പോയിരിക്കുന്നു. ജീവനാണ് വിവരങ്ങൾ നൽകിയത്.